അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മാനസികമായ സംതൃപ്തിയും സന്തോഷവും കളിയാടുന്ന ഒരു ജീവിതം ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. വലിയ വീടും വലിയ വാഹനവും കോടികൾ നിറഞ്ഞു കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടുമാണ് ഐശ്വര്യം എന്ന് തെറ്റിദ്ധരിച്ചവർ ഉണ്ടാകും. എന്നാൽ അറിഞ്ഞുകൊള്ളുക, മാനസിക സംതൃപ്തിയും സമാധാനവും സന്തോഷവുമുള്ള ജീവിതമാണ് യഥാർത്ഥ ഐശ്വര്യ ജീവിതം എന്ന് പറയുന്നത്. അത്തരം ഐശ്വര്യപൂർണമായ ജീവിതം നമുക്ക് ലഭ്യമാകണം. അതിനുവേണ്ടി നമ്മുടെ കടബാധ്യതകളെല്ലാം തീർന്നു കിട്ടണം. സാമ്പത്തികമായ അഭിവൃദ്ധി വന്നുകൊണ്ട് ധനികനാവാനും അതുപോലെ തന്നെ ഐശ്വര്യവാനാവാനും മുത്തുനബി തങ്ങൾ പറഞ്ഞ ഈ മാർഗം നിങ്ങൾ സ്വീകരിക്കുക. കടങ്ങൾ കൊണ്ട് നീ പ്രയാസപ്പെടുന്നുണ്ടോ? അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ നിന്നെ അലട്ടുന്നുണ്ടോ? എങ്കിൽ നീ ഈ ആത്മീയ മാർഗം മുറുകെ പിടിച്ചുകൊള്ളുക. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ജുമാ ദിവസം അഥവാ വെള്ളിയാഴ്ച ദിവസം ഇത് 70 തവണ ചൊല്ലുക. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഅ്നിനി ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഅ്നിനി ബിഫളിക അമ്മൻ സിവാക് എന്ന ദുആ 70 തവണ ഉരുവിട്ടാൽ അടുത്ത ജുമുഅ എത്തുന്നതിന്റെ മുമ്പേ അള്ളാഹു അവനെ ധനികനാക്കി മാറ്റിയിരിക്കും. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി തങ്ങൾ പറഞ്ഞു, അലിയെ, നിനക്ക് ഞാൻ കുറച്ച് വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. ആ വാചകങ്ങൾ ജുമുഅ ദിവസം 70 തവണയും അതുപോലെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 7 തവണയും ചൊല്ലിയാൽ ഉഹുദ് പർവ്വതത്തിനോട് സമാനമായ കടബാധ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അള്ളാഹു അത് വീട്ടിത്തരുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദുആയാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക്. അള്ളാഹുവെ, നീ നിഷിദ്ധമാക്കിയതിൽ നിന്ന് നീ അനുവദിച്ചുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ നീ പൂർത്തിയാക്കി തരണേ. വഅഅ്നിനി ബിഫളിക അമ്മൻ സിവാക്. നിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നീ അല്ലാത്തവരിൽ നിന്ന് നിരാശ്രയത്വം നൽകണം നാഥാ എന്നാണ് ഈ ദുആയുടെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, എല്ലാ വെള്ളിയാഴ്ചയും 70 തവണ ഇത് ചൊല്ലുക. അതുപോലെ തന്നെ എല്ലാ നിസ്കാരശേഷവും 7 തവണയും ചൊല്ലുക. ഇങ്ങനെ ചൊല്ലിയാൽ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കടങ്ങൾ തകർന്നടിയും. അതുപോലെ തന്നെ നമ്മൾ ഐശ്വര്യവാനാവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അവരെല്ലാവരും ഈ ദുആ ഈ വെള്ളിയാഴ്ച മുതൽ ചൊല്ലി തുടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു തആല സാമ്പത്തികം, ഐശ്വര്യം, സമാധാനപൂർണമായ ജീവിതം, അതുപോലെ തന്നെ കടമില്ലാത്ത ജീവിതം നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.